മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും എന്ന ചിത്രം ഇതുവരെ റിലീസായിട്ടില്ല. പല കാര്യങ്ങളും നമുക്ക് അതിനിടയിൽ കേൾക്കാനുണ്ടായി. പിന്നീട് സിനിമ OTTയിലേക്ക് വേണ്ട എന്നുള്ള ഒരു വാർത്തയും OTT കൊടുത്താൽ മാത്രമേ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള വാർത്തയുമൊക്കെ കേട്ടു. ഇന്ന് ആ ഒരു കാര്യമെല്ലാം മാറിയിരിക്കുകയാണ്. സിനിമ OTTയിലേക്കും സാറ്റലൈറ്റുമായി വിറ്റുപോയിരിക്കുന്നത് 20 കോടിക്കാണ്. റെക്കോർഡ് തുകയ്ക്കാണ് ഒരു സിനിമ ഈ റേഞ്ചിൽ വിറ്റുപോകുന്നത്. അതായത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഒരു റേഞ്ചിൽ വിറ്റുപോകുന്ന ഏറ്റവും വലിയ റെക്കോർഡായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. തുടരും വരുന്ന മാസത്തിൽ, അതായത് മെയ് മാസത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വാർത്തകളിൽ നമുക്കറിയാൻ കഴിയുന്നത്. തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ ഏറെ നാളുകൾക്ക് ശേഷം സാധാരണക്കാരനായ ഒരു വേഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രവും ഏറെ നാളുകളായി നീണ്ടുപോകുന്ന ചിത്രമാണ്. ഈ പറഞ്ഞ ഫെബ്രുവരി 14 സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരികയും പിന്നീട് സിനിമ മാറ്റിവെക്കുകയും ഏപ്രിൽ റിലീസായിട്ട് പറയുകയും ചെയ്തു. ഇന്ന് സിനിമ നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രമോഷനോട് കൂടി തന്നെ എത്തുന്നു എന്നുള്ളതും ഒപ്പം 350ഓളം തിയേറ്ററുകളിൽ സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമായി മാറുകയാണ് ബസൂക്ക. നീണ്ട കാലമാണ് സിനിമ ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഏകദേശം 3-4 വർഷം എടുത്തു ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, എത്താൻ വേണ്ടിയിട്ട് എന്ന് തന്നെ പറയാം. 25 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇനി കളം നിറഞ്ഞാടും എന്നുള്ളത് തന്നെയാണ്. ഏപ്രിൽ വിഷു റിലീസായിട്ട് തന്നെയാണ് സിനിമ എത്തുന്നത്. ഒപ്പം എമ്പുരാന് കട്ട ക്ലാഷ് റിലീസുമായിട്ടാണ് സിനിമ എത്താൻ പോകുന്നത്. എന്തായാലും അതൊരു ഗംഭീര വാർത്തയായിട്ട് ഇപ്പോൾ തന്നെ ഫാൻ ഷോസ് കാര്യങ്ങളെല്ലാം മമ്മൂട്ടി ആരാധകർ ചാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും പുറത്ത് വരുന്നു. മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. ഇന്നലെ സിനിമയുടെ പൂജയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. മോഹൻലാൽ 14-ാം തീയതിയാണ് സിനിമയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹൃദയപൂർവ്വത്തിൽ മോഹൻലാൽ താടിയെടുക്കുന്നു എന്നുള്ള വാർത്തയുമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം പുറത്ത് വരുന്നത് താടിയൊക്കെ ട്രിം ചെയ്തിട്ടുള്ള ഒരു രൂപത്തിലാണ്. ഹൃദയപൂർവ്വം ഏറെ കാലമായി കാത്തിരിക്കുന്ന സത്യൻ അന്തിക്കാട് മൂവിയാണ്. മോഹൻലാലും സത്യൻ അന്തിക്കാടും 10 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരുമിക്കുന്നത് എന്നുള്ള വാർത്തയും. ഇതിനു മുമ്പ് ഉള്ള മിക്ക സിനിമകളും വലിയ രീതിയിലുള്ള വിജയങ്ങളായിരുന്നു. ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം മോഹൻലാൽ താടി പഠിക്കുന്നു എന്നുള്ള വാർത്തയുമാണ് നമുക്ക് ഇതിലെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. എന്താണേലും ആ ഒരു രീതിയിലേക്ക് നിൽക്കുമ്പോൾ അടുത്തത് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. സിനിമ ഇറങ്ങി ആദ്യ വാരം കിടക്കുന്നു, 5-ാം ദിവസം കഴിയുന്നു. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും കാണാൻ കഴിയുന്നു. പല സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഒരു റീ റിലീസ് ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും മികച്ച റിപ്പോർട്ട് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ വന്ന ഏറ്റവും മികച്ച സിനിമ, റീ റിലീസിൽ വന്ന സിനിമ എന്നുള്ള പേര് തന്നെയാണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ മോഹൻലാലിൻ്റെ 2 സിനിമകൾ വിജയിച്ചിരുന്നു. മോഹൻലാലിൻ്റെ 2000-ൽ പൊട്ടിപ്പാളീസായി പോയ ചിത്രമാണ് ഏറ്റവും വലിയ വിജയമുണ്ടായിരിക്കുന്നത്. ഏറ്റവും വലിയ വിജയങ്ങളുടെ പട്ടികയിലേക്ക് കയറിയിരിക്കുന്നു ആ ഒരു സിനിമ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായുള്ള കാര്യം. ഇന്ന് മമ്മൂട്ടിയുടെ റീ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിലേക്ക് ഒരു വടക്കൻ വീരഗാഥ എത്തുന്നു. ഒപ്പം നല്ല ലെവലിൽ അതിന് തിരക്ക് കൂടുന്നു. പ്രത്യേകിച്ച് ഒരുപാട് നാളുകളായി തിയേറ്ററിൽ പോകാത്തവർ സിനിമയ്ക്ക് എത്തുന്നു എന്നുള്ളതും. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നുള്ള സിനിമയുടെ കളക്ഷൻ 60 ലക്ഷം രൂപ കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യ 3 ദിവസം കൊണ്ട് സിനിമ മികച്ച ഒരു കളക്ഷൻ വരികയും 4-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 50 ലക്ഷം രൂപ കേരള കളക്ഷൻ കിടക്കുകയും ചെയ്ത സിനിമ. ഇന്നലെയും 10 ലക്ഷം രൂപയുണ്ടായിരുന്നു കളക്ഷൻ. ഇന്നും 10 തൊട്ട് 12 ലക്ഷം രൂപ വരെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ടുള്ള കളക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 1 കോടിയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാമെന്ന് പറയുന്നു. കാരണം എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ഷോസ് കൂടുന്ന ഒരു കാര്യവും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 60 ലക്ഷം രൂപ കടന്ന സിനിമ തീർച്ചയായിട്ടും 90 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. വരുന്ന ദിവസങ്ങളിൽ സിനിമ 1 കോടിക്ക് മുകളിൽ, അല്ലെങ്കിൽ നാളെ തന്നെ മിക്കവാറും 1 കോടിക്ക് മുകളിലേക്ക് സിനിമ കയറും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഇവിടെ കോടികളെക്കാൾ ഉപരി തിയേറ്ററുകൾ വർക്കിംഗ് ഡേയിലും ഹൗസ്ഫുൾ ആവുന്നു. പുതിയ ഷോകൾ ആഡ് ചെയ്യുന്നു. തൃശ്ശൂർ രാഗം പോലെയുള്ള തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള റിലീസ് സിനിമ എത്തുന്നു. അതേപോലെ കൊല്ലം ജില്ലയിലുള്ള പലരും ഈ സിനിമ അവിടെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. കൊല്ലം മാത്രമല്ല, പല സ്ഥലങ്ങളും, വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങളിലും ജനങ്ങൾ ഈ സിനിമ ഒരു ഷോയെങ്കിലും അല്ലെങ്കിൽ ഒരു തിയേറ്ററെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ കായംകുളം ഉള്ള ആളുകൾ തന്നെ പറയുന്നു 20-25 കിലോമീറ്റർ ദൂരെ പോയിട്ട് വേണം സിനിമ കാണണമെങ്കിൽ. അതുകൊണ്ട് അവിടെയും സിനിമ റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട് പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് തന്നെ പറയാം. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് പറയാം. അതാണ് എമ്പുരാൻ വരുന്നത്. എമ്പുരാൻ ഇതിനോടകം 150-ന് മുകളിലുള്ള ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയും അങ്ങനെ ചാർട്ട് ചെയ്യുക ഒട്ടുമിക്ക ഷോസും ഓൾമോസ്റ്റ് ഫുൾ ഒരു വലിയ രീതിയിലുള്ള
ഷോകൾ ഹൗസ്ഫുൾ ആവുകയും ചെയ്തിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ്. 250 കോടി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. 141 കോടി എന്നുള്ള വാർത്തകൾ പുറത്ത് വന്നപ്പോഴും അതിനകത്തിൽ സുരേഷ് കുമാർ പറഞ്ഞ ഒരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കളക്ഷൻ കുറച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചയായി വരുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ആ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന സിനിമ എമ്പുരാൻ 250 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിന് വരുന്ന സിനിമ മലയാളത്തിൽ നിന്ന് 500 കോടി നേടുന്ന ആദ്യ ചിത്രമായി മാറുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമ സർവ്വകാല റെക്കോർഡുകളും തകർക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമയുടെ ഫാൻ ഷോസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപക്ഷെ 1000-ന് മുകളിലുള്ള ഫാൻ ഷോസ് വരികയും ആദ്യ ദിനത്തിൽ പ്രീസെയിലിലൂടെ മാത്രം കേരളത്തിൽ നിന്ന് 10 കോടിക്ക് മുകളിലെത്തുന്ന ആദ്യ സിനിമയാകും, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾക്ക് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സിനിമയാകുകയും ആദ്യ ദിനം 15 കോടിക്ക് മുകളിലും 25 കോടിക്ക് ഇടയിലുമായിരിക്കാം സിനിമയുടെ കേരള കളക്ഷനും വന്ന് നിൽക്കാൻ പോകുന്നത്. ഒരു വലിയ താരനിരയോടുകൂടി വരുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് പറയാവുന്ന ഈ സിനിമ മലയാളത്തിലെ മൂന്നോളം സൂപ്പർ താരങ്ങൾ അതിനകത്തിൽ അണിനിരക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. മോഹൻലാൽ, അതേപോലെ തന്നെ ടൊവിനോ, പൃഥ്വിരാജ് തുടങ്ങിയവരാണ് ഈ സിനിമയിൽ. അതുപോലെ തന്നെ വിദേശ താരങ്ങളുമെല്ലാം അണിനിരക്കുന്ന ഈ ഒരു വലിയ ചിത്രമാണ്. നമുക്ക് പുറത്ത് വന്ന വാർത്തകളിൽ 141 കോടി രൂപ പറഞ്ഞത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും റെന്യൂമറേഷൻ ഒന്നും തന്നെയില്ല, പ്രിൻ്റ് പബ്ലിസിറ്റി ഒന്നുമില്ല, പിന്നീട് അങ്ങോട്ടുള്ള സിനിമയുടെ കാര്യങ്ങളൊന്നുമില്ലാതെ ഏർലി ഉള്ള സ്റ്റേജിൽ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും ആരാധകരും എതിരാളികളും എല്ലാം കൊണ്ടു നടക്കുന്നതും. സിനിമ നമ്മൾ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിനടുത്ത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾ ക്ലാഷ് റിലീസായിട്ട് തന്നെയാണ് എത്തുന്നത്. അതായത് എമ്പുരാനൊപ്പം ക്ലാഷ് റിലീസായിട്ട് ബസൂക്ക എത്തുന്നു എന്നുള്ളതാണ്. 2 ആഴ്ചക്കിടയിലാണ് ബസൂക്ക വരുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളും ഒരുപക്ഷെ ഇതുവരെ ലോക്കാക്കിയിരിക്കുന്ന 600-ന് മുകളിലുള്ള സ്ക്രീനുകളിലാണെങ്കിൽ 700-ന് മുകളിലുള്ള സ്ക്രീനുകൾ, അതായത് 770ഓളം സ്ക്രീനുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. 700ഓളം സ്ക്രീനുകളിൽ എമ്പുരാൻ പ്രദർശിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. 350ഓളം തിയേറ്ററുകളിലാണ് ഈ പറഞ്ഞ ബസൂക്ക എന്ന മമ്മൂട്ടി ചിത്രം വരാൻ പോകുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ക്ലാഷാണ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തുടരും, അതേപോലെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമകൾ ക്ലാഷിന് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ തുടരും അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് നീണ്ട ഒരു കാലത്തിന് ശേഷമാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ വരികയും ചെയ്തു. എന്തായാലും ഇതിനകത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം താടി പഠിച്ച ലാലേട്ടൻ ലുക്ക് ആണ് ഹൃദയപൂർവ്വത്തിൻ്റെ അട്രാക്ഷൻ. വടക്കൻ വീരഗാഥയ്ക്ക് റെക്കോർഡ് കളക്ഷൻ എത്തുന്നു, ഹൗസ്ഫുള്ളുകൾ കൂടുന്നു എന്നുള്ള കാര്യം. എമ്പുരാൻ 150 കടന്നു. ഫാൻ ഷോസ് തുടരും, റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോകുന്നു. ബസൂക്ക 350-ന് മുകളിലുള്ള തിയേറ്റർ ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വിഷുവിന് കൊണ്ടാട്ടമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് മോഹൻലാൽ മമ്മൂട്ടി ക്ലാഷ് റിലീസിലൂടെ ജനങ്ങൾ കാത്തിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഏത് സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, തൃപ്തികരമായത്, അതേപോലെ നിങ്ങൾ കാത്തിരുന്നത് ഏത് എന്നൊക്കെയുള്ളത് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാനും അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.